മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരസുന്ദരി തന്നെയാണ് അനുശ്രീ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അതിനോട് താല്പര്യമൊന്നും കാണിക്കാതെ മാറി നടക്കുന്ന നിരവധി താരസുന്ദരികളാണ് മലയാള സിനിമയിലുള്ളത്. അതിലൊരാളാണ് നടി അനുശ്രീ എന്ന് പറഞ്ഞേ മതിയാകൂ. വളരെ കുറഞ്ഞ കാലം കൊണ്ട് സിനിമാ ലോകത്ത് തന്റേതായൊരു സ്ഥാനം കണ്ടെത്തിയ അനുശ്രീ ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത്. ഇപ്പോഴും അഭിനയത്തിൽ വളരെയധികം സജീവമായ അനുശ്രീ ഇടയ്ക്കൊക്കെ തന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അഭിമുഖങ്ങളിലും എത്താറുണ്ട്. താരമെത്തുന്ന വേദികളിലൊക്കെ തന്നെയും ആരാധകർക്ക് ചോദിക്കാനുള്ള വിവാഹത്തെക്കുറിച്ച് തന്നെയാണ്. വിവാഹപ്രായമായില്ലേ, വിവാഹം ഉടൻ തന്നെ ഉണ്ടാകുമോ, ഞങ്ങൾക്കത് ആഗ്രഹിക്കാമോ എന്നായിരിക്കും അനുശ്രീയോട് ആരാധകരെല്ലാവരും ചോദിക്കാറുള്ളത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ അനുശ്രീ വിവാഹത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാറുമുണ്ട്. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പയ്യനെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം കഴിക്കുമെന്ന് തന്നെയാണ് അനുശ്രീ പല വേദികളിലും പറയാറുള്ളത്. എന്നെ നന്നായി മനസ്സിലാക്കുന്ന, എന്നെ എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നാണ് അനുശ്രീ പല വേദികളിൽ വെച്ചിട്ടും തുറന്ന് സംസാരിച്ചിട്ടുള്ളത്. വിവാഹത്തെക്കുറിച്ചുള്ള അനുശ്രീയുടെ സങ്കല്പങ്ങൾക്കൊത്ത പയ്യന്മാരുടെ പേര് ചേർത്തുകൊണ്ട് നിരവധി വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. കൂടെ അഭിനയിച്ച നടന്മാരുടെ പേര് ചേർത്തുകൊണ്ടാണ് അനുശ്രീയുടേതായി വിവാഹ വാർത്തകൾ ഗോസിപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുള്ളത്. പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദനും അനുശ്രീയും തമ്മിലുള്ള സൗഹൃദം കണ്ട് ഇരുവരും പ്രണയത്തിലാണ്, ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന് പറഞ്ഞു കയറിയ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. ഗോസിപ്പ് പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിവാഹ വാർത്തകളിലൊന്ന് അനുശ്രീയുടേതാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. അനുശ്രീ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ്. താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. അനുശ്രീയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് താരം പങ്കുവച്ച പുതിയ വീഡിയോ ആണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത്. സിന്ദൂരം ഇഷ്ടമെന്ന ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ് വീഡിയോ അനുശ്രീ പങ്കുവച്ചത്. നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്ന വീഡിയോ ആണ് അനുശ്രീ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു. കമന്റ് ബോക്സ് നിറയെ അനുശ്രീയുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ്. വിവാഹം കഴിഞ്ഞോ, അതുകൊണ്ടാണോ സിന്ദൂരം അണിഞ്ഞത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അതേസമയം അത് കളിയാക്കൽ മാത്രമാണ്. അനുശ്രീ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആരാധകരുമായി പങ്കുവെക്കുന്നത് ആദ്യം തന്നെ അനുശ്രീ ആയിരിക്കും. നിലവിൽ താരത്തിന്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അനുശ്രീക്ക് വിവാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജവാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. താരം വിവാഹവുമായി ബന്ധപ്പെട്ട് ഏത് ചർച്ചകളിലെത്തിയാലും വിവാഹമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനുശ്രീയുടേതായ ഗോസിപ്പ് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിക്കാറുള്ളതും. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളോട് പൊതുവെ മൗനം പാലിക്കുന്ന അനുശ്രീ മലയാളികൾക്കെന്നും പ്രിയങ്കരി തന്നെയാണ്. വിവാഹപ്രായമായതുകൊണ്ട് തന്നെ അനുശ്രീയുടെ വിവാഹത്തിനായി കാത്തിരിക്കുന്ന ആരാധകരുടെ എണ്ണം ഏറെയാണ്. നടി അനുശ്രീയെ നിങ്ങൾക്കിഷ്ടമാണോ? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.